ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ ഓൺ വോയിസിൽ കുറച്ച് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനായിട്ട് കാരണം ഇന്ന് എൻ്റെ എൽസ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. എൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണ് എൽസ. അവളുടെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ ഇന്ന്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് അവൾ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു മോനാണ്. എനിക്ക് അടുത്തൊരു മോളെ കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്കത് കിട്ടിയില്ല. എനിക്കിപ്പം ഒരു മോൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തത് ഞങ്ങളുടെ കുടുംബത്തിലോട്ട്, അതായത് എൻ്റെ അനിയത്തി എന്നൊരു രീതിയിൽ അടുത്തതായിട്ട് അവൾക്കാണ് കിട്ടിയതൊരു മോളെ കിട്ടി. അപ്പോൾ എൻ്റെ അനിയനും ഉണ്ട്, അവന് 2 മക്കളുണ്ട്, ഒരു മോനും മോളും ഉണ്ട്. അതുപോലെ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ അനിയത്തിക്കും ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടിയതുപോലുള്ള സന്തോഷം തന്നെയാണല്ലോ അവൾക്കും. അതിനേക്കാളും പ്രത്യേകിച്ചും എനിക്ക് അവളുടെ ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്, എനിക്കടുത്തൊരു കുഞ്ഞാവുമ്പോൾ ഞാൻ ഇടാൻ വെച്ചിരുന്ന പേരിനെ അടിച്ചു മാറ്റിയിട്ടത് അവളാണ് കേട്ടോ. കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഇതേ ഒരു ടൈമിലാണ് കുഞ്ഞമ്മ എന്നെ വിളിക്കുന്നത്. കാവ്യ പ്രസവിച്ചു, പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു, എന്നെ അറിയിച്ചു. സന്തോഷം. കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ സ്കൂളിലായിരുന്നു. എന്നെ വിളിക്കുകയാണ്, എടി നിൻ്റെ അനിയത്തി നിന്നെ ചതിച്ചു കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് എന്താണ് സംഭവം എന്ന് കയറിയിട്ട് ഞാൻ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് പറ്റി കുഞ്ഞമ്മ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതും, നീ ആഗ്രഹിച്ച് വെച്ച പേര് എന്നെ നിൻ്റെ അനിയത്തി അടിച്ചു മാറ്റിയെടുത്തു എന്ന് പറഞ്ഞു. കാരണം ഞാൻ എബിൻ അല്ലെങ്കിൽ എൽസ, ഈ ഒരു 2 പേരാണ് എൻ്റെ മനസ്സിൽ. എനിക്ക് ആൺകുഞ്ഞാണെങ്കിൽ എബിൻ, പെൺകുഞ്ഞാണെങ്കിൽ എൽസ എങ്ങനെ ഇടാനായിട്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എബി ജനിച്ചിട്ട് അവനിപ്പം 11 വയസ്സായി. അപ്പോൾ അത് വേറെ ഇപ്പോൾ പിള്ളേരൊന്നും ഇല്ലാത്ത ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആ ഒരു ടൈമിൽ അത് അഞ്ചു എന്തായാലും ടോമി എന്തായാലും അവർക്ക് വേണ്ടി കുഞ്ഞിന് വേറെ പേര് കണ്ടു വെച്ചിട്ടുണ്ട്. അതൊരു വിഷയമല്ല. അതുകൊണ്ട് അവർ ആ പേരിട്ടു. അങ്ങനെ അതൊരിത്. ആ ഇടയ്ക്കാണ് കാവ്യ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ തപ്പി നടക്കുകയായിരുന്നു. അവളെ എസ്തർ, എലിസബത്ത്, അങ്ങനെ കുറേ പേര് തപ്പി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ വീട്ടിൽ ഈ ഒരു പേരാണ്, ഞാൻ അടുത്ത് എനിക്കൊരു പെൺകുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഞാൻ ഈ ഒരു പേരിടും എന്നൊരു കാര്യം വീട്ടിൽ മിക്കവർക്കും അറിയാം. അപ്പോൾ പെട്ടെന്ന് അവൾക്കൊരു പെൺകുഞ്ഞിനെ കിട്ടിയപ്പോഴത്തേക്ക് അവൾ ആ പേരടിച്ച് മാറ്റിയെടുത്തു. അപ്പോൾ എനിക്ക് ആ ഒരു പേരിനോടും കൂടെ കുറച്ചൊരു അറ്റാച്ച്മെൻറ്റാണ് അവളുമായിട്ടുള്ളത്, എൽസക്കുട്ടിയായിട്ട്. അപ്പോൾ അവൾ പ്രസവിച്ച് വീട്ടിൽ കൊണ്ട് വന്ന സമയത്ത് ഞാനും പോയിരുന്നു. അപ്പം ഞാൻ അവളെ എൻ്റെ കയ്യിലെടുത്ത് വെച്ച് ഞാൻ പറഞ്ഞു, ഇനി എബിക്കൊരു ആൺവാവയായിരുന്നാലും പെൺവാവയായിരുന്നാലും അടുത്ത് കിട്ടിയാൽ പോലും നീ ആയിരിക്കും എബിയുടെ ഫസ്റ്റ് സഹോദരി എന്ന് ഞാൻ അവളുടെ എൻ്റെ കയ്യിലെടുത്ത് വെച്ച് ഞാൻ അവളെ എടുത്ത് വെച്ച് പറഞ്ഞ കാര്യമാണ്. എബിക്കുട്ടന് മാരേജൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ നാത്തൂന്മാരാണല്ലോ കൂടുതലായിട്ടും ചേട്ടന്മാരുടെ കൂടെയൊക്കെ അല്ലെങ്കിൽ അനിയൻ്റെ കൂടെ നിൽക്കുന്നത്, സഹോദരിമാരാണല്ലോ കൂടുതൽ നിൽക്കുന്നത്. ആ ഒരു ടൈമിൽ എന്തായാലും നിനക്ക് തരേണ്ട സ്ഥാനം ഞാൻ നിനക്ക് എന്തായാലും തന്നിരിക്കുന്നു എന്ന് ഞാൻ എൻ്റെ കയ്യിലെടുത്ത് വെച്ച് ഞാൻ അവളടുത്ത് പറഞ്ഞ ഒരു കാര്യം കൂടിയായിരുന്നു അത്. അപ്പോൾ അത് ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി എബിക്കൊരു അനിയത്തി ഉണ്ടായാൽ കൂടി അവൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം അവളെയാണ് ഞാൻ എൻ്റെ 2ാമത്തെ മകൾ എന്ന രീതിയിൽ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ ഇപ്പോഴും. പിന്നെ അനിയൻ്റെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അവർ നമ്മളെ മക്കളാണ് എങ്കിൽ പോലും അവരെ നമ്മൾ മരുമക്കൾ എന്ന രീതിയിലാണല്ലോ നമുക്ക് ഓരോരോ ഇത് ഉണ്ടല്ലോ. അതായത് നല്ല ചൂടാണ് കേട്ടോ. ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഫാനിൻ്റെ ഭയങ്കര സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫാൻ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. ഇപ്പോൾ അനിയൻ്റെ മക്കളെന്ന് പറയുമ്പോൾ നമ്മുടെ മരുമക്കൾ സ്ഥാനത്തല്ലേ വരുന്നത്. അപ്പോൾ അനിയത്തിയുടെ മക്കളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ മക്കൾ സ്ഥാനം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ എനിക്കും ഒരു ചേട്ടനില്ലാത്തതിൻ്റെ ഒരു വിഷമം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അനിയനാണുള്ളത്. എന്നാലും നമുക്കൊരു ചേട്ടൻ കിട്ടുമ്പോഴത്തേക്കും ഇതാണല്ലോ. എനിക്കതിൽ പണ്ട് തൊട്ടേ അസൂയ തോന്നിയിട്ടുള്ള സ്മിതയെടുത്ത് മാത്രമാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ കല്യാണം കഴിയുന്നവരെയുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ. ഇപ്പോഴും ഫ്രണ്ടാണ്, എന്നാൽ പോലെ അന്നത്തെ ആ ഒരു സ്നേഹമായിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല. നമുക്ക് 2 പേർക്കും ഇടയിൽ ഇപ്പോൾ ഇല്ല. ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര അസൂയ തോന്നിയിട്ടുണ്ട്. അവൾക്കൊരു ചേട്ടനാണല്ലോ കേട്ടോ. അപ്പോൾ അവൻ്റെ ആ ഒരു സ്നേഹവും കെയറൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അസൂയ തോന്നിയിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ ഈ വക കാര്യങ്ങളൊക്കെ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് ആദ്യത്തേതാണ്, 2ാമത്തെ പെൺകുഞ്ഞിനെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ആൺകുഞ്ഞിനെ കിട്ടി. ഇനി ദൈവം സഹായിക്കുകയാണെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ കൂടെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ എൽസക്കുട്ടി ഞങ്ങൾക്കുണ്ട്, അവൻ്റെ അനിയത്തിയായിട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എൽസക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല രീതിയിൽ തന്നെ ജീവിക്കുവാനും നല്ലൊരു കുഞ്ഞായിട്ട് വളർന്നു വരുവാനും അച്ഛനും അമ്മയ്ക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ഓമന കുഞ്ഞായിട്ട് വളരുവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് എടുത്തത്. എനിക്കിനി ചേട്ടൻ ജോലിക്ക് പോയി, എബി സ്കൂളിൽ പോയി, 2 പേരും ഉച്ചയ്ക്ക് വരും. ഉച്ചയ്ക്ക് വന്ന ഉടൻ തന്നെ ഞങ്ങൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കുറേ ഷോർട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ കണ്ടിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത കുറേ പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട്. എനിക്കത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ കാണാതൊക്കെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.